പ്രാദേശിക മാധ്യമ പ്രവർത്തകർക്കായി കേന്ദ്ര വാർത്താ വിതരണ പ്രക്ഷേപണ മന്ത്രാലയത്തിന് കീഴിലുള്ള കൊച്ചി പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോ കാസർഗോഡ് മാധ്യമ ശില്പശാല സംഘടിപ്പിച്ചു. കാസർഗോഡ് പ്രസ് ക്ലബ്ബുമായി ചേർന്ന് സംഘടിപ്പിച്ച ശില്പശാല ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യൻ IAS ഉദ്ഘാടനം ചെയ്തു. പ്രത്യേകിച്ച് നമ്മുടെ ജില്ലാ ഭരണകൂടങ്ങൾ മീഡിയ ആയിട്ട് ചേർന്നുകൊണ്ട് പ്രസ് ക്ലബ്ബുമായിട്ട് ചേർന്നുകൊണ്ട് നല്ലൊരു കോർഡിനേറ്റഡ് ആയിട്ടുള്ള ഒരു പ്രവർത്തനമാണ് നമ്മൾ പ്രത്യേകിച്ച് കാസർഗോഡിൽ സ്വീകരിക്കുന്നത്. പ്രത്യേകിച്ച് ഞാൻ പറയായിരുന്നു PAVന്റെ പളനിസ്വാമി സാറിനോട് ഫുട്ബോളിന്റെ ഫൈനലിന്റെ 2 ദിവസം മുന്നേ നമ്മളൊരു ഫുട്ബോൾ മാച്ച് സഹിതം ഇന്ററാക്ഷൻ കൂട്ടാൻ വേണ്ടിയിട്ടുള്ള ഒരു മാച്ച് നമ്മൾ നടത്തിയിട്ടുണ്ടായിരുന്നു. പ്രത്യേകിച്ച് ഈ ഒരു കാലഘട്ടത്തിൽ സാറ് പറഞ്ഞ പോലെ തന്നെ കമ്മ്യൂണിക്കേഷൻ റെവല്യൂഷന്റെ ഈ ഒരു കാലഘട്ടത്തിൽ ഒരുപാട് ഇൻഫർമേഷൻസ് അവൈലബിൾ ആണ്. അപ്പൊ ഏതാണ് റിയൽ ഏതാണ് ഫേക്ക് എന്ന് കണ്ടുപിടിക്കുന്നതിന് അത്രത്തോളം ബുദ്ധിമുട്ടുണ്ട്. അപ്പൊ അത് വെരിഫൈ ചെയ്യാനുള്ള ഒരുപാട് ബുദ്ധിമുട്ടുണ്ട്. പിന്നെ കൂടാതെ തന്നെ പുതിയതായിട്ടുള്ള ടെക്നോളജീസ് ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് നമുക്ക് നൽകുന്നുണ്ടെങ്കിലും അതിൻ്റെതായ ചാലഞ്ചസും നമുക്ക് നൽകുന്നുണ്ട്. അപ്പൊ അതിന്റെ കാര്യങ്ങളും ഇന്നത്തെ ദിവസം ചർച്ച ചെയ്യുന്നുണ്ടെന്നാണ് വിചാരിക്കുന്നത്. അപ്പൊ അതോടൊപ്പം തന്നെ നമുക്ക് ഓരോ കാര്യങ്ങളും ഗവൺമെന്റ് സ്കീംസ് ജനങ്ങളിലേക്ക് എത്തിക്കുന്നത് നമുക്കിപ്പം അത് ഗവൺമെന്റിന്റെ നേട്ടം ഗവൺമെന്റിലോ ആൾക്കാരിലോട്ട് എത്തിക്കുന്നതിനോടൊപ്പം തന്നെ ഈ സ്കീംസിന്റെ ഓരോ കാര്യങ്ങളും ജനങ്ങളിലോട്ട് എത്തിക്കുമ്പോഴാണ് അവർക്ക് ഇങ്ങനൊരു സ്കീം ഉണ്ട് എന്നുള്ളത് അവർക്ക് മനസ്സിലാവും. അപ്പോൾ ഇതിന്റെ ബെനിഫിറ്റ് കൂടുതൽ ആൾക്കാർക്ക് എത്തിക്കാനും വേണ്ടി സഹായിക്കുക എന്നുള്ളതും കൂടെയാണ് ഇതിന്റെ ഒരു പ്രാധാന്യമായിട്ടുള്ളത്. എന്തായാലും PAVന് ഇങ്ങനെ ഒരു പ്രോഗ്രാം ഇവിടെ നടത്തുന്നതിന് ഒന്നും കൂടെ ഞാൻ നന്ദി അറിയിക്കുകയാണ്. കൂടാതെ തന്നെ പ്രസ് ക്ലബ്ബ് എല്ലാവിധ പ്രവൃത്തികൾക്കും ഒത്തൊരുമിച്ച് ആണ് മുന്നോട്ട് പോകുന്ന എല്ലാവിധ ആക്ടിവിറ്റീസിനും എല്ലാവിധ പിന്തുണയും നൽകാറുണ്ട്. അപ്പം അതിനായിട്ടും ഈ ഒരു അവസരത്തിൽ നമ്മൾ ജില്ലയിലെ എല്ലാ മാധ്യമ പ്രവർത്തകർക്കും പ്രസ് ക്ലബിന്റെ ഭാരവാഹികൾക്കും ജില്ലാ ഭരണകൂടത്തിന്റെ പേരിൽ നന്ദി അറിയിക്കുകയാണ്. ഈ ഒരു വാർത്താലാബ് പ്രോഗ്രാം PIB കേരള ലക്ഷദ്വീപ് മേഖല അഡീഷണൽ ഡയറക്ടർ ജനറൽ V. പളനിസ്വാമി IAS പരിപാടിയിൽ അധ്യക്ഷത വഹിച്ചു. PIB കൊച്ചിയുടെയും കൊച്ചി ഓൾ ഇന്ത്യ റേഡിയോയുടെയും ഡയറക്ടർ ധന്യ സനൽ K. IAS ചടങ്ങിൽ പങ്കെടുത്തു. രാജ്യം പത്മശ്രീ നൽകി ആദരിച്ച പത്മശ്രീ സത്യനാരായണ ബെളേരി, മുതിർന്ന മാധ്യമപ്രവർത്തകനായ MO വർഗീസ് എന്നിവരെ ചടങ്ങിൽ ആദരിച്ചു. PIB കൊച്ചി മീഡിയ ആൻഡ് കമ്മ്യൂണിക്കേഷൻസ് ഓഫീസർ ഷാമില KY ചടങ്ങിൽ സ്വാഗതം പറഞ്ഞു. കാസർഗോഡ് പ്രസ് ക്ലബ് പ്രസിഡന്റ് സിജു കണ്ണൻ മുഖ്യപ്രഭാഷണം നടത്തുകയും പ്രസ് ക്ലബ് സെക്രട്ടറി പ്രദീപ് നാരായണൻ നന്ദി അർപ്പിച്ച് സംസാരിക്കുകയും ചെയ്തു. കത്തുകൾക്കപ്പുറം ആധുനിക പോസ്റ്റ് ഓഫീസുകൾ എങ്ങനെ ആഗോള വ്യാപാരത്തെയും ഗ്രാമീണ സമ്പന്നതയെയും നയിക്കുന്നു എന്ന വിഷയത്തിലുള്ള ആദ്യ സെഷനിൽ കോഴിക്കോട് നോർത്തേൺ റീജിയൻ പോസ്റ്റ് മാസ്റ്റർ ജനറൽ ഓഫീസ് അസിസ്റ്റന്റ് ഡയറക്ടർ K. മനോജ് ക്ലാസ് നയിച്ചു. തപാൽ വകുപ്പ് നടത്തുന്ന വിവിധ സംരംഭങ്ങളെക്കുറിച്ചും സേവനങ്ങളെക്കുറിച്ചും അദ്ദേഹം വിശദമായി സംസാരിച്ചു. ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കോഓപ്പറേറ്റീവ് മാനേജ്മെന്റ് കണ്ണൂർ ഡയറക്ടർ ഡോക്ടർ AK സക്കീർ ഹുസൈൻ സഹകരണ മന്ത്രാലയത്തിന്റെ ബോധവൽക്കരണ ശേഷി വികസന പ്രവർത്തനങ്ങളെക്കുറിച്ച് സെഷൻ നയിച്ചു. സൈബർ അവബോധം, പുതിയ ഭീഷണികളും സുരക്ഷിതമായ രീതികളും എന്ന വിഷയത്തിൽ കാസർഗോഡ് സൈബർ ക്രൈം പോലീസ് സ്റ്റേഷൻ സബ് ഇൻസ്പെക്ടർ ഷിനു KB ക്ലാസ് നയിച്ചു. സൈബർ രംഗത്തെ പുതിയ വെല്ലുവിളികളെക്കുറിച്ചും സുരക്ഷാ മുൻകരുതലുകളെക്കുറിച്ചും അദ്ദേഹം വിശദീകരിച്ചു. തുടർന്ന് മീഡിയ പ്രൊഫഷണലും ഫാക്ട് ചെക്കറും AI പരിശീലകനുമായ ഹബീബ് റഹ്മാൻ അധിഷ്ഠിത ജേർണലിസം, റിപ്പോർട്ടിംഗ്, റൈറ്റിംഗ്, എഡിറ്റിംഗ് ടൂളുകൾ എന്ന വിഷയത്തിൽ ക്ലാസ് നയിച്ചു. വ്യാജ വാർത്തകളെ ചെറുക്കുന്നതിനുള്ള വിവിധ വസ്തുത പരിശോധനാ രീതികളെക്കുറിച്ചും മാധ്യമ മേഖലയിൽ ഉപയോഗിക്കുന്ന AI ടൂളുകളെക്കുറിച്ചും അദ്ദേഹം സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്.